ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പാല് വെച്ചിട്ട് ഒരു കിടിലൻ ഐസ് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഈ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഐസ്. അത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഒരു ഐസ് കിട്ടിയാൽ കുട്ടികൾക്ക് മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ ശരീരത്തിന് ഉന്മേഷവും കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ഐസ് ഉണ്ടാക്കിയെടുക്കുന്നത് പാൽ വെച്ചിട്ടാണ്. അതും തിളപ്പിച്ചാറിയ പാൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐസ് കഴിക്കുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഐസ് കൂടുതൽ കൊടുക്കാനും പറ്റില്ല, കുട്ടികൾക്ക് തണുപ്പ് പിടിക്കും. എന്നാലും ഈ ഒരു ഐസ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഈ ഒരു ടൈമിന് നല്ലൊരു ചൂട് കാലമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഐസ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ 1/2 ലിറ്റർ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കുറേ ദിവസത്തെ പഴക്കമുള്ളതല്ലായിരിക്കും കടയിലുള്ളത്. നമ്മൾ വീട്ടിൽ നിന്നാകുമ്പോൾ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് തണുത്ത് കട്ടയാവും വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ പാല് തിളച്ച് വരുമ്പോൾ അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഐസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനിടയിൽ ഞാനിതിലേക്ക് ഒരു കപ്പോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഐസ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ഒരു പാൽപ്പൊടിക്ക് പകരം കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് പാലിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ പാൽപ്പൊടിക്ക് പകരം കോൺഫ്ലവർ പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു തണുത്ത പാലിൽ കുറച്ച് കലക്കിയിട്ട് തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നന്നായിട്ട് ഇളക്കിയിട്ട് മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിച്ചെടുത്ത ശേഷം ഞാൻ ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിസ്തയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസായത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. ഇനി ഇതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
അപ്പോൾ പാല് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിന്നത് തണുക്കാൻ വെക്കാം. അപ്പോൾ തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഐസ് മേക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി ഐസ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 3 ഐസ് മാത്രമേ എടുത്ത് പുറത്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഐസൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അതൊക്കെ എൻ്റെ അനൂസ് മോള് കരയുമ്പോൾ അവൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു 3 എനിക്കും അതുപോലെ തന്നെ അനൂസ് മോൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.